ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ SIT നീക്കം. എക്സ്ക്ലൂസീവ് റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വാസുവിനെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചുവെന്നാണ് സൂചന. സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയത് വാസുവിന്റെ നിർദ്ദേശപ്രകാരം എന്നാണ് കണ്ടെത്തൽ. വാസുവിനെതിരെ മുരാരി ബാബുവും സുധീഷ് കുമാറും മൊഴി നൽകിയിട്ടുണ്ട്. N വിജയകുമാറിന് പിന്നാലെ മുൻ ദേവസ്വം ബോർഡ് അംഗം KT ശങ്കർദാസിനെയും ചോദ്യം ചെയ്തു. മുൻ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാറിനെ SIT നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. സന്നിധാനത്ത് നിന്നും SITയുടെ പരിശോധന തുടരും. ഹരിമോഹനും TV പ്രസാദും ചേരുന്നുണ്ട്. ആദ്യം ഹരിയിലേക്ക്. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. ഹരിമോഹൻ, ഇന്നലെ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഞെട്ടിക്കുന്നതായിരുന്നു. വിദേശത്തേക്ക് ഈ ശബരിമല ശ്രീകോവിലിലെ വാതിൽപ്പാളിയും കട്ടളപ്പാളിയും ഒക്കെ കടത്തിയിട്ടുണ്ടോ എന്ന് പോലും കോടതി സംശയിക്കുന്ന തരത്തിലേക്ക് ഗൗരവ സ്വഭാവത്തിലേക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാറിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു അനാസ്ഥ മാത്രമല്ല, ഇതിനുള്ള സാഹചര്യമൊരുക്കി, സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള സാഹചര്യമൊരുക്കി എന്നുള്ളതിൽ വാസുവിനെ കുടുക്കാനുള്ള സാധ്യതയുണ്ടോ? വാസുവിന് കുരുക്ക് മുറുകുകയാണോ? ഈ രണ്ടു പ്രധാനപ്പെട്ട മൊഴികൾ, മുരാരി ബാബുവിന്റെ മൊഴിയും സുധീഷ് കുമാറിന്റെ മൊഴിയും വാസുവിനെതിരാണെങ്കിൽ വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും. അങ്ങനെ വന്നാൽ അത് ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കുന്ന സംഭവമായി മാറും. വാസുവിന്റെ രാഷ്ട്രീയ ബന്ധം നമുക്കറിയാവുന്നതുപോലെ അതിന് പത്മകുമാറിനെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പിരിമുറുക്കമുണ്ടാക്കുമോ? തീർച്ചയായിട്ടും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതരായിട്ടുള്ള വ്യക്തികളിലേക്ക് കൂടുതൽ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം നീങ്ങും. അതായത് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അടക്കമുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് SITയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ N വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് SIT എത്തുന്നു എന്നുള്ളതാണ്. അതായത് N വാസുവിനെതിരെ കൃത്യമായ മൊഴികൾ ഇപ്പോൾ SITയുടെ പക്കൽ. അതായത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിന്റെയും ഭാഗത്തു നിന്നുള്ള മൊഴികളാണ് N വാസുവിന് കുരുക്കായി മാറുന്നത്. അതായത് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടത് ഇത്തരത്തിൽ ഈ രേഖകൾ സ്വർണം ചെമ്പാക്കി മാറ്റി എന്നുള്ള രേഖകൾ ഉണ്ടായതോടു കൂടിയിട്ടാണ്. ആ രേഖകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിനാണ് അവിടെ മുരാരി ബാബുവിന് ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നു. N വാസുവിന് ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നു. N വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ഇത്തരത്തിൽ രേഖകൾ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ രേഖകൾ ഉണ്ടാക്കിയത് എന്നുള്ള മൊഴികളാണ് സുധീഷ് കുമാറിന്റെയും മുരാരി ബാബുവിന്റെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. മാത്രമല്ല മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് N വാസുവിനെ ചോദ്യം ചെയ്തപ്പോൾ വാസു പൂർണ്ണമായി നിഷേധിക്കുകയായിരുന്നു എന്നതിനപ്പുറത്തേക്ക് വിശ്വാസയോഗ്യമായ ഒരു മറുപടിയും അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല എന്നുള്ളത് ഇതിനകത്ത് ഗുരുതരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ N വാസു, അതായത് രണ്ട് പ്രതിപട്ടികയിലും ദ്വാരപാലകപാളികൾ കടത്തിയ കേസിലും അതുപോലെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിലും രണ്ടിലും പ്രതി എന്നുള്ള നിലയ്ക്ക് തന്നെ വാസുവിന്റെ അറസ്റ്റ് കൂടാതെ ഇനി തരമില്ല, അല്ലെങ്കിൽ വാസുവിന്റെ അറസ്റ്റ് അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നു. അരുൺ, ഓക്കെ, നമുക്കൊപ്പം TV പ്രസാദ് കൂടിയുണ്ട്. ഹരി തുടരുക. TV പ്രസാദ്, കാര്യങ്ങൾ കുറച്ച് കുഴപ്പത്തിലേക്ക് പോവുകയാണോ വാസുവിനെ സംബന്ധിച്ചിടത്തോളം? വാസു ഇതുവരെ സ്വീകരിച്ചിരുന്ന എല്ലാ പ്രതിരോധവും മുരാരി ബാബുവിന്റെയും സുധീഷ് കുമാറിന്റെയും മൊഴികളിൽ തകർന്ന് തരിപ്പണമായി എന്നാണ് SIT കരുതുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ഞെട്ടാനില്ല എന്നാണ്. ഹരിക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് SIT. അങ്ങനെ വന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ കമ്മീഷണർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റ്, ആദ്യമായിട്ട് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്നു എന്ന വലിയ ഒരു സംഭവമായിട്ടത് മാറും. അതിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? അങ്ങനെ തന്നെയാണ് അരുൺ. കഴിഞ്ഞ രണ്ട് തവണകളായി ഉണ്ടായ, ഇന്നലെയും കഴിഞ്ഞ തവണയും ഉണ്ടായ ഹൈക്കോടതിയുടെ ഉത്തരവ് അതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് അക്കാര്യം വ്യക്തമാകും. അതിൽ പോറ്റിയെയോ ഉദ്യോഗസ്ഥരിലേക്കോ അല്ല ഹൈക്കോടതിയുടെ സംശയം നീട്ടുന്നത്. ആ സംശയം നീണ്ടുപോകുന്നത് ഭരണസമിതിയിലേക്ക് തന്നെയാണ്. ഭരണസമിതി തീരുമാനിക്കാതെ, ഭരണസമിതി ആലോചിക്കാതെ, ഭരണസമിതി ഒത്താശ ചെയ്യാതെ ഇത് ചെയ്യാൻ കഴിയില്ല എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് ഹൈക്കോടതി എത്തുന്നത് എന്നുള്ളതാണ് വരികൾക്കിടയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ N വാസുവിന്റെ കാലഘട്ടം അതേറെ പ്രധാനപ്പെട്ടതാണ്. A പത്മകുമാറിന്റെ കാലഘട്ടം അതേറെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല അരുൺ, ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഉദ്യോഗസ്ഥനായ, അതായത് ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസു അവിടെ പ്രസിഡന്റ് ആയതുപോലും നമ്മൾ സംശയിക്കപ്പെടേണ്ടതാണ്.
ഭരണസമിതിയുടെ പ്രസിഡന്റാണ് ആവുന്നത്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് ആവുന്നത്. 2018 ഫെബ്രുവരി മുതൽ 2019 മാർച്ച് വരെയാണ് അവിടെ ദേവസ്വം കമ്മീഷണറായി വാസു ഉണ്ടാവുന്നത്. അവിടെ നിന്ന് ഒരു 7 മാസം കഴിഞ്ഞ് 2019 നവംബർ 15 ആകുമ്പോഴേക്ക് എൻ വാസു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി മാറുന്നു എന്നുള്ളതാണ്. വാസു അറിയാതെ ഈ കാര്യങ്ങൾ ഒന്നും നടക്കില്ല എന്ന നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു. അരുൺ, ഇനിയുള്ള നീക്കങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറെ നിർണായകം. ഇനി പ്രത്യേക അന്വേഷണ സംഘം അതേ നിലപാടുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. പക്ഷെ മുന്നോട്ട് പോകാതിരിക്കാനും കഴിയില്ല. കാരണം ഹൈക്കോടതി വളരെ കൃത്യമായി ഓരോ വിഷയത്തിലും ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടുന്ന തെളിവുകളിലേക്ക് കടക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാനപ്പെട്ട പ്രത്യേകത. മാത്രമല്ല അരുൺ, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തൊട്ടു മുന്നിലുള്ളത് കൊണ്ട് തന്നെ സർക്കാർ ഏതെങ്കിലും രീതിയിൽ ആ അന്വേഷണത്തിൽ ഇടപെടാനും സാധ്യതയില്ല. ആരൊക്കെയാണോ കണ്ടെത്തുന്നത് അവരൊക്കെ പിടിക്കട്ടെ, അറസ്റ്റ് ചെയ്തോട്ടെ എന്ന നിലപാടിലേക്ക് വരുമ്പോൾ വാസു അറസ്റ്റിലാകാൻ അധിക ദിവസം ഇനി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഓക്കെ, താങ്ക് യു ടി വി പ്രസാദ്, താങ്ക് യു ഹരി. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ സാവധാനം നീങ്ങുന്നു എന്നുള്ളതാണ്. അയ്യന്റെ സ്വർണം ഒരു തരിയെങ്കിലും കട്ടെടുത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. അവരെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇറങ്ങരുത്.